അയ്യോടാ, അതൊരല്പം കടന്നു കൈയായി പോയല്ലോ. ഉള്ളിലൊളിപ്പിച്ച തീവ്രാനുരാഗത്തെ മറനീക്കി കൊണ്ടുവരാനുള്ള പരീക്ഷണത്തിന്റെ 1ാം ഘട്ടം നടക്കപ്പോ. അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും. സംഭവഗതികൾ ഇനിയും വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. ചായയുടെ അവസരം പോയെങ്കിലേ ഇപ്പൊ ഡൈനിങ് ടേബിളിൽ ബ്രോയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ച് ബ്രോയെ കാത്തിരിക്കുന്ന കല്യാണിയെ പ്രതീക്ഷിക്കാം. അന്നങ്ങോട്ട് നോക്ക്. കല്യാണി പറഞ്ഞു ചേച്ചി. എന്തായി ചെയ്യുന്നേ? വല്യുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു കൊടുക്കാനാ. നീ പോണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ കൊണ്ടു കൊടുത്താൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. കല്യാണി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. നീ പോയി ആ മലക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്ക്. അങ്ങനെ ലെവൽ നമ്പർ 2 ഫിനിഷായി. പക്ഷെ ഇതിവിടെ അവസാനിക്കില്ല. ഇപ്പൊ നോക്കിക്കോ, കല്യാണി വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി ബ്രോയെ കാണാൻ വേണ്ടി മുറിയിലേക്ക് വരും. ഉറപ്പാ. ഷുവറാണോ? ഡെഡ് ഷുവർ. നമുക്കേ മുറിയിൽ അല്പം വെയിറ്റ് ചെയ്താലേ കല്യാണം ഇങ്ങ് എത്തും. വാ അണ വാ. എന്തത് കല്യാണി? പുതിനറ്റി. ഓ, ബ്രോയുടെ കൂട്ടുകാരൻ വന്നെന്ന് പറഞ്ഞിട്ട് പുതിനറ്റി ആയിട്ട് വന്നാണല്ലേ. ആ കല്യാണി, ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് സുബ്ബണ്ണന്ന് ഞാൻ വിളിക്കുന്ന സുബ്രഹ്മണ്യൻ. സുബ്ബണ്ണനും ശബരി ബ്രോയൊക്കെ ആനന്ദ് കൃഷ്ണന്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. സ്കൂളില് എന്റെ ജസ്റ്റ് സീനിയേഴ്സ്. ആ സുബ്ബണ്ണ, ഇത് കല്യാണി. കല്യാണി ആരാന്നൊക്കെ ചോദിച്ചാ വേണമെങ്കിൽ ഭാവി ഏട്ടത്തിയമ്മന്നൊക്കെ പറയാം. ആ ചായ വാങ്ങി കുടിക്കും. അയ്യോ, എനിക്ക് പുതിന ടീ ഒന്നും വേണ്ട. മായ കഴിക്കും. അയ്യോ, വാ കഴിക്കുന്നു. അല്ല വലിയ കുഞ്ഞിന്. അയ്യോ, അത് പറയാൻ മറന്നു. വലിയ കുഞ്ഞ് പുതിന ടീ ഇന്നലത്തോടെ നിർത്തി. അതറിഞ്ഞില്ലേ? കല്യാണി ഇത് തിരികെ കൊണ്ടേക്കോ, അല്ലെങ്കിൽ സ്വയം കുടിച്ചോ പ്ലീസ്. എന്താ സുബ്ബണ്ണൻ ചോദിച്ചേ?
നമ്മുടെ ലോഗോ കണ്ണുകളുടെ ഫ്രെയിമുകൾ എടുത്ത് മാറ്റണമെന്നോ? പിന്നെ അത് ഉടൻ വേണം. ബ്രോ പറഞ്ഞതേ അത് ഉടനെ തന്നെ മാറ്റണമെന്നാ. നമുക്കേ പുതിയ വല്ല കണ്ണുകളുടെ പടം എടുത്ത് നോക്കാം. ഗൂഗിൾ സെർച്ച് ചെയ്യേ. എന്തിനാ പാവം കല്യാണി ഇങ്ങനെ ക്രൂശിക്കുന്നത്? സോറി മച്ചു, കഥകളെല്ലാം അറിഞ്ഞപ്പോ ഇങ്ങനൊരു നാടകം നല്ലതാണെന്നാ എനിക്കും തോന്നിയത്. കണ്ടില്ലേ, ഇന്ന് വന്ന സുബ്ബണ്ണന് വരെ ഇങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ പിടിക്കുന്ന റൂട്ട് കറക്റ്റാ. ബ്രോ ഓർമ്മയുണ്ടല്ലോ, ഇക്കാര്യത്തിൽ ഞാനാ ഗുരു എന്ന് നേരത്തെ പറഞ്ഞതാ. ഗുരു പറയും, ശിഷ്യൻ അനുസരിച്ചാ മതി. ഓക്കെ? ഏയ് ആനന്ദ്, കഥ ഇങ്ങനെ തന്നെ പോട്ടെ. ക്ലൈമാക്സ് നമുക്ക് നോക്കാം. എനിവേസ്, ഈ വിശ്വാമിത്രന്റെ സെലക്ഷൻ ഒട്ടും മോശമായില്ല. കൺഗ്രാറ്റ്സ്. അയ്യോ അതെ, എനിക്ക് ഓഫീസ് പോകാൻ സമയമായി. ഇനി ഇന്ന് നേരം വൈകും. സുബണ്ണപ്പോ ഇവിടെ തന്നെ കാണില്ലേ? പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്കും ശബരി ഇവിടെ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി, അപ്പൊ ഓക്കെ. വല്യൂഞ്ഞിന് എന്നെ കാണുന്നതും സംസാരിക്കണമെന്ന് ഇഷ്ടമല്ലെന്നാ അനിയൻ കുഞ്ഞു പറയണേ. സത്യാണോ അത്? ആ മനസ്സിൽ എന്റെ സ്ഥാനം എന്താണെന്ന് ഈ കല്യാണിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നാലും വല്യൂഞ്ഞ് എന്നെ ഒഴിവാക്കാണെന്ന് അറിയുമ്പോ ഞാനങ്ങ് ഒറ്റപ്പെട്ടു പോണ പോലെയാ തോന്നണേ. നമ്മുടെ എല്ലാമാണെന്ന് കരുതിയവരുടെ മനസ്സിൽ നമുക്ക് ഒരു സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാ നമ്മൾ തോറ്റസ്തമിച്ച് പോണേ. വല്യൂഞ്ഞിനറിയാമോ, ഈ കല്യാണിയുടെ മനസ്സ് നിറയെ വല്യൂഞ്ഞ് മാത്രാണ്. ആ മുഖത്ത് നോക്കി അത് തുറന്നു പറയാൻ കൊതിയില്ലഞ്ഞിട്ടല്ല, അതിന് കഴിയാത്തൊരു ജന്മമായിപ്പോയി എന്റേത്. മറ്റുള്ളവർക്ക് വേണ്ടിയും അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും ഉരുകി തീരാനായിരുന്നു എന്റെ വിധി. സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ആ മുഖം ഒന്ന് കാണാലോ എന്ന് കരുതിയ, ആ ശബ്ദം ഒന്ന് കേൾക്കാൻ മോഹിച്ച ഞാൻ ഓരോ രാവും തള്ളി നീക്കണേ. പക്ഷേ അതിപ്പോ അനിയും കുഞ്ഞും വല്യുഞ്ഞിന്റെ കൂട്ടുകാരനും കൂടി തടസ്സപ്പെടുത്തുക. എല്ലാവരുടെ മനസ്സിലും കാണും മറവിക്കോ കാലത്തിനോ മായ്ക്കാൻ പറ്റാത്ത ചില മുഖങ്ങൾ. എനിക്ക് ആ മുഖം എന്റെ വല്യുഞ്ഞ. ഒരാൾക്ക് 7 ജന്മങ്ങളാണെന്നാ പഴമക്കാര് പറയണേ. ഇനിയുള്ള എല്ലാ ജന്മവും ഞാൻ എന്റെ വല്യുഞ്ഞിനെ തേടി വരുമെന്ന് വാക്ക് തരിക. എനിക്ക് ഈ മുഖം കാണാതിരിക്കാൻ പറ്റണില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള പേടി എനിക്കിപ്പോ, വല്ലാത്തൊരു പേടി. ഞാനിനി എന്താ ചെയ്യണ്ടേ? അല്ലോ, ഞാൻ എനിക്കൊന്ന് പറഞ്ഞതാ, പ്ലീസ്. കല്യാണി,
സുജാതേച്ചി, എന്തു പറ്റി ഇങ്ങോട്ട് വരാൻ? നിന്നെ മാഡം തിരക്കുന്നു. ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തിനാ ചേച്ചി? ഞാനിപ്പോ അവിടുന്ന് വന്നതല്ലേ ഉള്ളൂ. അതറിയില്ല കല്യാണി. ഉടൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതാ ഞാൻ വന്നേ. മാഡം ഇവിടെ കാത്തിരിക്കുക. നീ വന്നേ, വാ. ഹലോ. അതെ അതെ അതെ, അറിയാൻ പറ്റും സർ. ഇന്നത്തെ കാലത്ത് പരസ്യം ഒഴിവാക്കിക്കൊണ്ടൊരു ബിസിനസ് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഏതെങ്കിലും ലീഡിംഗ് പരസ്യ കമ്പനിയുമായിട്ട് വേണം ബന്ധപ്പെടാൻ. കോർപ്പറേറ്റ് ആഡ്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ അരവിന്ദനോട് പറയാം. സി, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, മോഡൽസിനെ ഒഴിവാക്കി സെലിബ്രിറ്റീസിനെ വെച്ച് ഒരു ഓളം ഉണ്ടാക്കിയെടുക്കണമെന്നാ. ഏതായാലും പോറ്റി സാറ് അരവിന്ദുമായിട്ടൊന്ന് ബന്ധപ്പെടും. നോ പ്രോബ്ലം, മണി ഈസ് നോട്ട് ആൻ ഇഷ്യൂ. നിങ്ങൾ ആദ്യം ഒരു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക, ബാക്കി നമുക്ക് ആലോചിക്കാം. ചേച്ചി, ചേച്ചി ഇല്ലേ ഇവിടെ? ചായ കൊണ്ടുവാ. ഇത് വല്യുവിന്റെ ഫോട്ടോയാണല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? ചേച്ചിയുടെ കയ്യിലിരുന്നായിരിക്കും. എന്റെ കയ്യിൽ കിട്ടിയത് ഭാഗ്യം. ഇത് അച്ഛന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇത് മതി അടുത്ത വഴക്കിന്. ഈ ചേച്ചിയുടെ ഒരു കാര്യം. അപ്പോഴേ വല്യുഞ്ഞെ, എന്റെ ചേച്ചി പാവാ. ചേച്ചിയെ തന്നെ വേണം വല്യുഞ്ഞെ കല്യാണം കഴിക്കാൻ. വെറുതെ വേണ്ട, എന്നെ പോലെ നല്ലൊരു കുഞ്ഞളേനെ സ്ത്രീധനമായിട്ടും കിട്ടും. എന്താ അതുപോലെ? കല്യാണി, എന്റെ അമ്മേ, അച്ഛൻ. കല്യാണി, ആഹാ, നീ എന്താ വന്ന് കയറിയതേ ഉള്ളോ? വന്ന് ബാഗ് ഇങ്ങോട്ട് വെച്ചതേ ഉള്ളൂ അച്ഛാ. എന്നാ പിന്നെ യൂണിഫോം ഊരിയിട്ട് നിന്നൂടെ, വെറുതെ അഴുക്കാക്കാതെ. ശരി. കല്യാണിയോടെ? അറിയില്ല അച്ഛാ, അകത്ത് കാണും. കല്യാണി, മോളെ കല്യാണി. രക്ഷപ്പെട്ടു. അച്ഛനെങ്ങാനും ഇത് കണ്ടിരുന്നെങ്കിൽ കഥ മാറിയനെ. ഇതെവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ചാളെ. ശരി മാഡം. വാ കല്യാണി. മാഡം, ഞാൻ വരാൻ പറഞ്ഞത് നിന്റെയും ചന്ദ്രപ്രതാപിന്റെയും വെഡിങ് കാർഡിൽ അച്ചടിക്കാൻ നിന്റെ ഒരു ഫോട്ടോ വേണോന്ന് പറയാനാ. മുൻപ് എടുത്തു വെച്ച ഫോട്ടോകൾ വല്ലതും കയ്യിലുണ്ടോ, അതോ ഇനി പുതിയത് എടുക്കണോ? 1-2 ഫോട്ടോ എടുത്തത് കയ്യിലുണ്ടാവും മാഡം. വെരി ഗുഡ്. എങ്കിൽ നീ പോയി ആ ഫോട്ടോ എടുത്തോണ്ട് വാ, ഞാനൊന്ന് കാണട്ടെ. ശരി മാഡം. സുജാത, ആ ചന്ദ്രപ്രതാപനോട് ഫോട്ടോ വേണമെന്ന് പറയും. ശരി മാഡം.
ആ നീ ഇതെവിടെ പോയിരുന്നു? മാഡം വിളിപ്പിച്ചു. കല്യാണ ലെറ്ററിൽ അച്ചടിക്കാൻ എന്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അതെടുക്കാൻ വേണ്ടി വന്നതാ. ആ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ടോ അതോ പുതിയത് എടുക്കണോ? ഇല്ല, ഇവിടെ ഉണ്ടച്ചാ, നോക്കിയെടുത്താ മതി. ആ പെട്ടെന്ന് എടുത്തു കൊടുക്ക്. എത്ര തിരക്കാണെങ്കിലും മേഡം ഇതെല്ലാം ഓർത്ത് ചെയ്യുന്ന കണ്ടോ നീ? എല്ലാം എൻ്റെ മോളുടെ ഭാഗ്യ. അതിന്റെ നന്ദി വേണം നമുക്ക്. ഈശ്വരാ. മാഡം. ആ ഫോട്ടോ കൊണ്ടുവന്നോ കല്യാണി? കൊണ്ടുവന്നു മാഡം. ഇങ്ങെടുക്ക നോക്കട്ടെ. ആ കൃഷ്ണേട്ടാ. ആ അതെ, ഞാൻ ഓഡിറ്ററോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണല്ലോ. അതെ അതെ, 100%. കൃഷ്ണേട്ടൻ ഓഫീസിലല്ലേ? അരവിന്ദനോട് പറഞ്ഞ് ആശ്രിത നിയമനത്തിന്റെ ഫയൽ ഇന്ന് തന്നെ സൈൻ ചെയ്യിപ്പിക്കണേ. ഇനിയും വൈകാൻ പാടില്ലാതാ. ആ കുട്ടി കരഞ്ഞു വിളിച്ചോണ്ട് 3 തവണ ഫോൺ ചെയ്തിരുന്നു. പാവങ്ങളാ, കുറേ ലോണിന്റെ ബാധ്യതയൊക്കെയുണ്ട്. ശരി ശരി, ഓക്കെ. കല്യാണി, എന്തായി കാണുന്നത്? മാഡം, ഇതിൽ നിന്നെ കാണാൻ ഒരു മെച്യൂരിറ്റി ഇല്ലല്ലോ. ഫുൾ സാരി ഉടുത്ത ഫോട്ടോയൊന്നുമില്ലേ? ഇല്ല മാഡം. ശരി, ഏതായാലും മുഖം മാത്രമല്ലേ വരൂ. ഇത് മതി, ഇതൊക്കെ. ആന്റി ഫോട്ടോ ചോദിച്ചില്ലേ? ഇതാ ഫോട്ടോ. ഇത് മതിയോ നോക്കിയാട്ടെ. ഫോട്ടോകൾ കുഴപ്പമില്ല. ഇതെന്ന് തന്നെ പ്രസ്സിൽ കൊണ്ടു കൊടുക്കണം. കല്യാണത്തിന് ഇനി അധികം നാളൊന്നുമില്ല. നോ പ്രോബ്ലം ആന്റി. ഫോട്ടോ ഇപ്പൊ തന്നെ ഞാൻ പ്രസ് കൊണ്ടുപോയി കൊടുത്തോളാം. അത് വേണ്ട, വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിടാം. സുജാത, ആ സേവ്യറിനെ വിളിക്കൂ. ശരി മാഡം. വേണ്ട ആന്റി, മേഹൂന ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. പുറത്തേക്കൊക്കെ ഇറങ്ങി എനിക്കൊന്ന് റിലാക്സ് ചെയ്യാലോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പ്രസിന്റെ അഡ്രസ് സേവ്യറിന്റെ കയ്യിലുണ്ടാവും. ശരി ആന്റി. ആ കല്യാണി, നീ പൊയ്ക്കോളൂ. ഇത്രേ ഉള്ളൂ. ആ ശരി മാഡം.